താലി. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. അമ്മു. അവന്റെ നിശ്വാസം ആ മുഖത്തടിക്കുന്നുണ്ടായിരുന്നു. ഈ ടോം ആൻഡ് ജെറി ഇവിടെ നിർത്താം. എന്നിട്ട് പഴയ എന്റെ അമ്മൂട്ടിയാവു നീ. എല്ലാം എന്നോട് തുറന്നു പറയുന്ന എന്റെ മാത്രം അമ്മൂട്ടി. ഇപ്പോഴത്തെ നീ ഇറ്റ്സ് ഹേർട്ടിങ് അമ്മൂസേ. റിയലി ഹേർട്ടിങ്. എനിക്ക് വല്ലാതെ വേദനിക്കുന്നതാ കുഞ്ഞ. ഇടറിയ സ്വരം ചെവിയിൽ വന്നു തട്ടുമ്പോഴും മുഖം പൊത്തി കരഞ്ഞു നിന്നല്ലാതെ മിത്തു അവനെ നോക്കിയില്ല. അമ്മൂട്ടി, എന്നെ ഒന്ന് നോക്കടാ. അവൾക്ക് രണ്ട് സൈഡിലും കൈകൾ വെച്ച് താടി നെറുകയിൽ മുട്ടിച്ച് ഒരു വിരൽ ദൂരത്തിനപ്പുറം ശരീരം മാറ്റി നിർത്തി അപ്പു അതുപോലെ നിന്നു. ഏങ്ങലടിയുടെ ശബ്ദം പതിയെ പതിയെ നിലച്ചുവെന്ന് തോന്നിയപ്പോൾ അപ്പു അവളിൽ നിന്നും പുറകിലേക്ക് അകന്നു മുന്നിലായി നിന്നു. കൈകളാൽ മുഖം മറച്ചു പിടിച്ചിട്ടുണ്ട്. ഏങ്ങലടി നിന്നെങ്കിലും ശരീരം ഇടയ്ക്കിടെ വിറയ്ക്കുന്നുണ്ട്. അമ്മു. അപ്പു അവളുടെ കൈകളിലേക്ക് മെല്ലെ തൊട്ടു. പതിയെ കൈയൊന്ന് താഴ്ത്താൻ ശ്രമിച്ചു. തോള് വെട്ടിച്ച് ഭിത്തിയോട് പിന്നെയും ചേർന്ന് നിൽക്കാൻ നോക്കുന്നവളുടെ കൈകൾ അതല്പം ബലം ഉപയോഗിച്ച് തന്നെ താഴ്ത്തി. എന്നിട്ടും വാശി പിടിക്കും പോലെ മുഖം നിലത്തേക്ക് നോക്കി നിൽക്കുന്നവളെ ഒറ്റ വലിക്കവൻ തന്നിലേക്കിട്ടു. പ്രതീക്ഷിക്കാതെ നടന്ന പ്രവൃത്തിയിൽ ഒരു നിമിഷം ഞെട്ടി മുഖം ഉയർത്തി നോക്കിയവനെ. പിടഞ്ഞു പായുന്ന മിഴികളിൽ തന്റെ മുഖം മാത്രമാണെന്ന് കണ്ടതും അപ്പുവിന്റെ ചുണ്ടിൽ അത് തെളിഞ്ഞു. ആശങ്കയുടെ കടല് നിറഞ്ഞു നിന്നെടുത്ത് തന്റെ പുഞ്ചിരി തീർക്കും ദേഷ്യം പരക്കുന്നത് കുഞ്ഞൊരു കുസൃതിയോടെയാണ് അപ്പു നോക്കി നിന്നത്. എന്നെ വിട്ടേ. ഇല്ലെന്ന അർത്ഥത്തിൽ അവൻ തലയാട്ടി. വിടാൻ. ഈ തവണ പറച്ചിലിനൊപ്പം ഒരൽപ്പം ബലം കൂടി നൽകിയതോടെ അപ്പു പിടിവിട്ട് അല്പം പിറകിലേക്ക് പോയി. അത്രേ വേണ്ടിയിരുന്നുള്ളൂ മിത്തുവിനും. കൈ അകലത്തിൽ നിന്നും മോചനം കിട്ടിയതും പെണ്ണ് അവനെ നോക്കാതെ തന്നെ കണ്ണും തുടച്ച് വാതിലിലേക്ക് നടന്നു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി അമ്മൂട്ടി. അവളുടെ ഇടത് കൈയിലൂടെ ചേർത്ത് പിടിച്ച് ഇടുപ്പിലൂടെ ചുറ്റി അവളെ തന്നിലേക്ക് ചേർക്കുന്നതിനൊപ്പം വലത് കൈവിരലിൽ വിരൽ മുറുക്കി വലത് കൈക്ക് മുകളിലേക്ക് വെച്ച് തോളിൽ താടി ഉറപ്പിച്ചവൻ നിന്നു. തലച്ചോറിൽ ഭയം വിസ്ഫോടനം തീർത്തപ്പോൾ അവന്റെ ശരീരം അവളിൽ തീർത്തത് പെരുവിരലിൽ നിന്നും ഒരു വിറയലാണ്. അപ്പേട്ടാ. ചിലമ്പിച്ച സ്വരം അതിന് കൂട്ടായെത്തി. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കിയ അമ്മൂട്ടി. കണ്ണുകൾ മുന്നിലെ അലമാരിയിലെ നീളം കണ്ണാടിയിലേക്കെത്തി. തന്റെ ചെവിയോട് ചേർത്ത് തലവെച്ച് ഇടുപ്പിലൂടെ തന്റെ വിരലുകൾക്കിടയിലൂടെ കൈ കടത്തി ചുറ്റിപ്പടിച്ച് നിൽക്കുന്നവൻ. കാഴ്ചയിൽ കണ്ണുകൾ ഇറുക്കി അടച്ചവൾ. കണ്ണു തുറന്നു നോക്കമ്മൂട്ടി. നീയും ഞാനും. എത്ര കാലമായുള്ള ആഗ്രഹമാണെന്നോ. പുഞ്ചിരിക്കൊപ്പം ഒരു തുള്ളി കണ്ണുനീർ കൂടി അവളുടെ തോളിൽ വീണു. ആ നീർത്തുള്ളി തീർക്കും അഗ്നിയിൽ പിടഞ്ഞുകൊണ്ട് മാറാൻ നോക്കുമ്പോഴും അവന്റെ പിടുത്തം മുറിയതല്ലാതെ അല്പം പോലും അയഞ്ഞില്ല. വീടപ്പേട്ടാ, കൈ വേദനിക്കുന്നു. എനിക്ക് മനസ്സും. തിരിച്ചു നിർത്തി നെറ്റിയിലേക്ക് നെറ്റി മുട്ടിച്ചുകൊണ്ട് പറയുമ്പോഴും അവന്റെ സ്വരം വല്ലാതെ അടഞ്ഞുപോയിരുന്നു. മിഴികൾ താഴ്ത്തി അവൾ നിന്നു. അപ്പു അവളെ തിരിച്ചു നിർത്തി. എന്താ അമ്മു നിന്റെ മനസ്സിൽ? എന്തെങ്കിലും നീയൊന്ന് പറയ്. ഇടയ്ക്ക് തോന്നും നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. ചിലപ്പോൾ തോന്നും നിന്റെ കണ്ണുകളിൽ കാണുന്നത് എന്നോടുള്ള പരിഭവമാണെന്ന്. പക്ഷെ ഈ പോയ 2 ദിവസം നീ എന്നെ കൊല്ലാതെ കൊല്ലുമായിരുന്നു അമ്മു. ഞാൻ എന്ത് ചെയ്തിട്ടാടി നീ എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നേ? എപ്പോഴേലും ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒരു വാക്കുകൊണ്ടെങ്കിലും നിന്നെ മോശമാക്കിയിട്ടുണ്ടോ? നിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഞാനുണ്ടെങ്കിൽ നീ എന്നെ തനിയെ തിരിച്ചറിയട്ടെ എന്ന് കരുതി മാറി നിന്ന് തന്നിട്ടല്ലേ ഉള്ളൂ ഞാൻ. പുറകെ നടന്ന് എന്നേലും ഒരു ശല്യമായി മാറിയിട്ടുണ്ടോടി ഞാൻ? ഒന്നും രണ്ടുമല്ല അമ്മു. 5 വർഷം. 5 വർഷമായി ഞാൻ എന്റേതെന്ന് കരുതിക്കൊണ്ട് നടന്നവളാ നീ. ആ നീയാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഓർക്കണം നീ. എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂവെന്ന് ഈ ലോകത്ത് മറ്റാരേക്കാളും നന്നായി അറിയുന്നവളല്ലേടി നീ. ഇതിന്റെ ഉള്ളിൽ നിന്നോടുള്ള നിറങ്ങൾ മാറിയത് എന്നോടൊപ്പം അറിഞ്ഞവളല്ലേ നീ. അവളുടെ മുഖം തന്റെ നേരെയാക്കി സ്വന്തം ഹൃദയത്തിലേക്ക് വിരലൂന്നിയവൻ ചോദിച്ചു. എന്നിട്ടും എന്നിട്ടും എന്തിനാമോ എന്നോടിങ്ങനെ? ഞാൻ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തേ? ഏ അതോ അതോ നിനക്കിനി എന്നെ വേണ്ടേ? ഇഷ്ടമല്ലേ? വേറെ വേറെ ആരെങ്കിലും ആണോ നിന്റെ മനസ്സിൽ? ഒരു നിമിഷം ശ്രീയുടെ മുഖം എന്തിനെന്നറിയാതെ മനസ്സിലൂടെ ഓടിപ്പോയി. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തുലയ്ക്കുന്നുണ്ടോ നീ? നിന്റെ ഈ മൗനം ശരിക്കും എന്നെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടമ്മോ. അറിയോ നിനക്ക്? ഇരു തോളിലും കുലുക്കി അവളോട് ചോദിക്കുമ്പോൾ
ഇത്രയും വർഷങ്ങളായുള്ള ലാവ അവനുള്ളിൽ നിന്നും പുറത്തേക്കൊഴുകുകയായിരുന്നു. ഹൃദയം പൊട്ടുമാറുള്ള കണ്ണുനീരങ്ങനെ ഒഴുകിയിറങ്ങുമ്പോഴും മിത്തു നിശബ്ദയായിരുന്നു. അപ്പു അവളെ തന്നെ നോക്കി നിന്നു. കാലുകൾ പിറകിലേക്കെടുത്തു. പൊക്കോ അമ്മോ, ഇവിടെ നിന്നിങ്ങനെ ഉരുകണ്ട. അവൻ തോൾ ഉയർത്തി 2 കണ്ണും തുടച്ചവളുടെ മുന്നിൽ നിന്നും മാറി നിന്നു. ഇനിയും പറ്റിക്കാനാണോ? കുനിഞ്ഞു നിന്ന് കണ്ണുനീർ വാർത്തവളിൽ നിന്നും പതിയെ കേട്ടു. ഇരു തോളുകളും കൊണ്ട് കണ്ണു തുടച്ചവൻ എന്തോ കേട്ടെന്ന പോലെ തല ഉയർത്തി നോക്കി. എന്താമോ, എന്താ പറഞ്ഞേ? ഇനി ചെവി മുഴങ്ങിയതാണോന്നുള്ള സംശയത്തിൽ അപ്പു അവൾക്കടുത്തേക്ക് നീങ്ങിയതും മിത്തു ഒരടി പിറകിലേക്ക് നീങ്ങി നിന്നു. അമ്മൂട്ടാ, ഇനിയും ഓടി ഒളിക്കാനല്ലേ, എന്നെ പറ്റിക്കാനല്ലേ അപ്പേട്ടാ? പിണങ്ങി പറഞ്ഞുകൊണ്ട് അവൾ നോക്കി. പറ്റിക്കാനോ? ഞാനോ? അപ്പു വെപ്രാളത്തിൽ അവൾക്കടുത്തേക്ക് നടന്നപ്പോൾ ഇടത് കൈ മുന്നിലേക്ക് നീട്ടിയവനെ അവൾ തടഞ്ഞു. ഞാൻ ഞാൻ എങ്ങനെ? ഞാൻ എപ്പോ? നിന്നെ പറ്റിക്കാനോ? എന്തൊക്കെയാ അമ്മൂസേ നീ പറയുന്നേ? സങ്കടം മാത്രം നെല്ലിക്കും വാക്കുകളിൽ അവൻ അവൾക്ക് മുന്നിൽ നിസ്സഹായനായി നിന്നു. പറ്റിച്ചില്ലേ അപ്പേട്ടൻ? ഓടി ഒളിച്ചില്ലേ? 1 തവണയല്ല 2 തവണ. അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് പിന്നിലേക്ക് നടന്നു ഭിത്തിയിലേക്ക് തട്ടി നിന്നവൾ. പുറംഭാഗം അവിടെ തട്ടിയതും മുഖം പൊത്തി നിലത്തേക്ക് നിരങ്ങിയിരുന്നവൾ. പറ്റിച്ചു, ഇനിയും പറ്റിക്കും. എനിക്കിഷ്ടമാണെന്നറിഞ്ഞ അപ്പേട്ടൻ ഇനിയും എന്നെ ഇട്ടിട്ട് പോകും. മുഖം പൊത്തി കരയുന്നവളുടെ ഇടറിയ വാക്കുകൾ എവിടെയോ കേട്ട ഇഷ്ടമെന്ന വാക്കിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പു. അമ്മുന് എന്നെ ഇഷ്ടം, പിന്നെ അപ്പൊ ഇതുവരെ? അവളുടെ വാക്കുകൾക്കിടയിലൂടെ പോകുമ്പോൾ പലതും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അപ്പു ആകെ ചിന്താവിശേഷനായി അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അമ്മൂട്ടാ, മോളെ. മുഖം പൊത്തി കരയുന്നവളുടെ മുന്നിൽ നിന്ന് വിളിക്കുമ്പോഴും കേട്ട വാക്കുകൾ സത്യമാക്കണമെന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു അവന്റെ മനസ്സ്. അപ്പു പതിയെ അവൾക്കരികിലേക്കിരുന്നു. ഇടത് കൈ അവളുടെ തോളിലൂടെ ഇട്ട് നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. അപ്പു പതിയെ അവൾക്കരികിലേക്കിരുന്നു. ഇടത് കൈ അവളുടെ തോളിലൂടെ ഇട്ട് നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചു. ഈ തവണ അവൾ തടഞ്ഞില്ല. പകരം ഒരാശ്വാസം എന്ന പോലെ അവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. അത്രയും മതിയായിരുന്നു അപ്പുവിനും. തന്റേതാണെന്നൊരു ഉറപ്പ്, അതും അവളുടെ ചെറുവിരൽ തുമ്പിൽ നിന്നെങ്കിലും. അമ്മൂട്ടാ. അപ്പു അവളെ നെഞ്ചിൽ നിന്നും പിടിച്ച് നേരെ ഇരുത്തി താടിത്തുമ്പിൽ പിടിച്ചുപൊക്കി. ഒഴുകിയിറങ്ങിയ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം നിന്നു. അപ്പേട്ടൻ ചോദിച്ചില്ലേ അപ്പേട്ടൻ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന്? അപ്പേട്ടനോളം എന്നെ വേദനിപ്പിച്ച ആരും ഈ ഭൂമിയിലില്ല. അപ്പേട്ടനോളം എന്നെ കരയിച്ച ആരും എന്റെ ജീവിതത്തിലില്ല. അപ്പേട്ടനോളം എന്നെ സ്നേഹിച്ച ആരും എന്റെ ഈ കണ്ണുനീരിലില്ല. അപ്പു വല്ലാതെ അവളെ നോക്കി. അമ്മു അവനെ നോക്കിയൊന്ന് ചിരിച്ചു. ഉള്ളിലെ സങ്കടം മുഴുവനും പ്രതിഫലിക്കുന്ന ഒരു പുഞ്ചിരി. അപ്പേണ്ണ എന്നോട് ചോദിച്ചില്ലേ എന്താ എന്റെ മനസ്സിലെന്ന്? അറിഞ്ഞിരുന്നില്ലേ എന്റെ മനസ്സിൽ എന്താണെന്ന്? കണ്ണുകളിൽ നോക്കിയുള്ള ചോദ്യത്തിൽ അപ്പു ഒന്ന് പതറി. അറിയായിരുന്നില്ലേ എന്റെ ഇഷ്ടം? പിന്നെ എവിടെ തനിക്ക് തെറ്റുപറ്റിയേ? അപ്പു മറുപടി പറയാതെ സ്വയം ഉത്തരം തേടി. അവനെ അറിഞ്ഞതുപോലെ അവൾ ഒന്ന് നെടുവീർപ്പെട്ടു. മനസ്സിലാകുന്നുണ്ട്. ഒരിക്കൽ താൻ നടന്ന കനൽ വഴികൾ, അന്ന് താൻ ഉത്തരം കണ്ടെത്താനായിരുന്നു നടന്നതെങ്കിൽ ഇവിടെ ഉള്ളിൽ കിട്ടിയ ഉത്തരത്തിൽ നിന്നും പിന്നിലേക്കുള്ള വഴിയിലൂടെയാവും അപ്പേട്ടൻ നടന്നിട്ടുണ്ടാവുക. ഒരാള് ഉത്തരം തേടിയും മറ്റൊരാൾ ഉത്തരത്തിൽ നിന്ന് സ്വയം തേടിയും. ചുണ്ടിലൊരു പുച്ഛം അല്പനേരത്തേക്കെങ്കിലും തലപൊക്കി. അമ്മൂട്ടാ, എന്നോട് പറയുമോ നമ്മളെപ്പറ്റി? അവൻ അവളെ നെഞ്ചിലേക്ക് പിന്നെയും ചായച്ചിരുത്തി. അന്ന് കാലൊടിഞ്ഞ് കിടന്നപ്പോഴൊക്കെ അപ്പേട്ടൻ ഒപ്പം ഉണ്ടായിരുന്നില്ലേ? അതിനുശേഷം കോളേജിലെ എന്തോ ആവശ്യത്തിന് വേണ്ടി അപ്പേട്ടൻ ഒരു ദിവസം മുഴുവനും വരാതിരുന്നില്ലേ? അന്നെനിക്ക് ഒരുപാട് മിസ് ചെയ്തു. കാണാഞ്ഞപ്പോ സങ്കടം വന്നു. ആര് മുറിയിലേക്ക് വരുമ്പോഴും അപ്പേട്ടനാണോ നോക്കും. അപ്പേട്ടനെ കാണാതെ ഞാനന്ന് ഒരുപാട് കരഞ്ഞു. ഭൂതകാലത്തിൽ നിന്നും പറയുന്നത് കൊണ്ടാകും അന്നത്തെ കണ്ണുനീർ അതേ ചൂടോടെ അവന്റെ നെഞ്ചിൽ പിന്നെയും വീണത്. അവന്റെ കൈ ആ തോളിൽ നിന്ന് മുറുകി. പിറ്റേന്ന് അപ്പേട്ടനെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് എനിക്ക് ഓടി വന്ന് അപ്പേട്ടനെ കെട്ടിപ്പിടിക്കാനാ തോന്നിയത്. അന്നത്തെ ദിവസം തന്നെ കണ്ട നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നൊരു കുഞ്ഞു പെണ്ണ് അപ്പുവിന്റെ ഓർമ്മയിലെത്തി. സൂര്യനെ പോലെ തിളങ്ങിയിരുന്ന മുഖം
താൻ അടുത്തേക്ക് ചെന്നപ്പോൾ ഗ്രഹണം പോലെ മങ്ങിയതും തലേന്ന് വരാതിരുന്നതിന് പിണങ്ങി മിണ്ടാതിരുന്നതും നേരം ഒരുപാടെടുത്ത് താൻ ആ പിണക്കം മാറ്റിയപ്പോൾ തന്റെ കയ്യിലേക്ക് ചാഞ്ഞിരുന്ന് തലേത്തെ വിശേഷമെല്ലാം എണ്ണി പറഞ്ഞൊരു ബൊമ്മക്കുട്ടി അപ്പു പുഞ്ചിരിയോടെ ഓർത്തെടുത്തു. ഒരു ദിവസം അവളെ കാണാതിരുന്ന് ഓടിയെത്തി തനിക്ക് നേരെ മുഖം കയറ്റിപ്പിടിച്ച് മിണ്ടാതിരുന്നപ്പോൾ താൻ അനുഭവിച്ച വേദനയല്ലേ ആദ്യമായി തന്റെ ഉള്ളിലെ കാമുകനെ തനിക്ക് കാണിച്ചു തന്നത്. പിന്നെയും അപ്പേട്ടൻ വരാൻ താമസിച്ചാൽ ആദ്യം എന്നോട് മിണ്ടിയില്ലേൽ എന്നേക്കാൾ കൂടുതൽ വേറെ ആരെങ്കിലും നോക്കിയാൽ അവളുടെ വാക്കുകൾ ഇടറി. അന്ന് ഓർമ്മയില്ലേ അപ്പേട്ടൻ ആ സിസ്റ്റർ ചേച്ചിയെ കാണാൻ കൊള്ളാം പോയി പ്രപ്പോസ് ചെയ്താലോ എന്ന് പറഞ്ഞത്. അന്ന് ഞാൻ എന്തുമാത്രം കരഞ്ഞു എന്നറിയോ അപ്പേട്ടന്. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ പുതിയ ചാനലായ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച്ചു കൃഷ്ണയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.